Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ തായ്മൊഴി പീലികൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം കണ്ടിട്ടില്ലാത്തവർ, ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കാരണം ആ ഒരു ആശയത്തിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പഠന പ്രവർത്തനത്തിലേക്ക് പോകാം. കിളിയും കിളിപ്പാട്ടും എന്നതാണ്. കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത്. ശാരിക പൈതലെ ചാരുശീലയെ വരിക്കാരോമലെ കഥാശേഷവും ചൊല്ലുന്നി, അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഓരോരോ കഥകൾ നീ ചൊന്നത് കേൾക്കുന്തോറും ആരോമൽ കിളിപ്പെണ്ണേ പാരമുണ്ടാനന്ദമ്മേ, ഭാരതം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണ കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. അപ്പോൾ ഇവിടെ നമ്മുടെ പാഠഭാഗത്ത് ഒളപ്പമണ്ണ പഞ്ചവർണ്ണ കിളിയെക്കുറിച്ച്, അതായത് എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണ കിളിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് എഴുതിയ കവിത നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒളപ്പമണ്ണയുടെ കവിതയിൽ എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണ കിളിയെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർണ്ണിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പഠന പ്രവർത്തനം എന്നത് എൻ്റെ മലയാളം. കവിതാഭാഗങ്ങൾ വായിച്ചല്ലോ. അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ, മഹത്വം, പ്രാധാന്യം തുടങ്ങിയവ കണ്ടെത്തി ചർച്ച ചെയ്യുക. എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ മാതൃഭാഷയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന കുറേയധികം കവിതകളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കവിതകളല്ല, കവിതാശകലങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാതൃഭാഷയുടെ സവിശേഷതകളും മഹത്വവും പ്രാധാന്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇനി എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഉപന്യാസത്തിൽ മലയാള ഭാഷയുടെ സവിശേഷതകൾ ഉണ്ടാവണം, മഹത്വം ഉണ്ടാവണം, പ്രാധാന്യം ഉണ്ടാവണം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഭാഷയെ സംരക്ഷിക്കേണ്ടത് എന്നതും കൂടെ ഉൾപ്പെടുത്തി ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.